സെക്രട്ടറി ശ്രീ എൻ കെ തോമസ്, ശ്രീ പ്രദീപ് കുമാർ, ഏറെ സ്നേഹമുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീ ജിത്തുദാസ്, പ്രിയപ്പെട്ട ജാഫർ, പ്രിയപ്പെട്ട ഹബീബ്, നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ 9 വർഷമായ രാജ്യം. ഈ 9 വർഷക്കാലം കൊണ്ട് നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്നതിൽ മത്സരിക്കുകയാണ് സർക്കാർ. ആ മത്സരം 6 ഗഡുക്കളായി 18% ക്ഷാമബത്ത കവർന്നെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ വെയിറ്റേജ് കവർന്നെടുത്തിരിക്കുന്നു. 6 വർഷമായി സംസ്ഥാനത്ത് ജീവനക്കാർക്ക് സറണ്ടർ കൊടുത്തിട്ടില്ല. മെഡിസെപ്പ് എന്ന് പറഞ്ഞ് 500 രൂപ വാങ്ങിയിട്ട് ചികിത്സയില്ല, ആശുപത്രിയില്ല. ആശ്രിത നിയമനം അട്ടിമറിക്കുന്നു. 9 വർഷക്കാലമായി അടയിരുന്നിട്ടും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് 2 തവണ പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയ അധികാരത്തിൽ കഴിയുന്നത് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു. ആക്ച്വറിയെ വെച്ചോ ഇൻഷുറൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞു. ഒരു റിസൾട്ടും ഇല്ലാതെ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തെ ശമ്പളം പരിഷ്കരിക്കേണ്ടത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ പോകാനാണ് സർക്കാരിന്റെ പരിപാടി. ഇപ്പോ കമ്മീഷനെ വെക്കാതെ ഉദ്യോഗസ്ഥ ചർച്ച നടത്തി ശമ്പളം പരിഷ്കരിക്കാമെന്നുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു പുറത്തുവിടുക. സംസ്ഥാനത്തെ IAS ജോലി വളരെ ആസൂത്രിതമായി നിന്നുകൊണ്ട് ജീവനക്കാരുടെ ശമ്പളവും അവരുടെ മറ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സും ഇല്ലാതാക്കാൻ പണിപ്പെടുകയാണ്. സർക്കാരിനോടൊപ്പം അതിന് പുറത്തുകൾ വഹിക്കുക. NGO യൂണിയൻ ഉൾപ്പെടെയുള്ള AST ഉൾപ്പെടെയുള്ള സംഘടനകൾ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒത്തുകാരായി മാറിയിരിക്കുന്നു. അവർ ഇതെല്ലാം അട്ടിമറിക്കാൻ സർക്കാരിന്റെ കൂട്ടുനിൽക്കുന്നു. ഇതാണ് ചിത്രം. പെൻഷൻകാരുടെ കാര്യം അതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ്. പെൻഷൻ പോലും മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. രൂക്ഷമായ വിലക്കയറ്റമാണുള്ളത്. അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് 3 വർഷക്കാലമായിട്ട് ക്ഷാമബത്തം കൊടുക്കാത്തത്. ക്ഷാമബത്തം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് 2002 ഈ സംസ്ഥാനത്ത് പണിമുടക്കമാണെന്ന് നിങ്ങൾക്കറിയാം. ആ പണിമുടക്ക് 20 ദിവസം AK ആന്റണിയുടെ ഗവൺമെന്റ് 96 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന 4 ഗവൺമെന്റിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് മൂലം വെക്കേണ്ട സാഹചര്യം വന്നു. അതിന് പണിമുടക്കാൻ എന്ത് വ്യഗ്രതയായിരുന്നു. 32 ദിവസം NGO അസോസിയേഷനുമായി ചേർന്ന് പണിമുടക്കി. ഇപ്പോൾ പണിമുടക്കാൻ നാണവും മാനവും കൊണ്ട് ഏതെങ്കിലും സംഘടനകൾ ഈ സംസ്ഥാനത്തുണ്ടോ? ഈ ഗവൺമെന്റിന് അവകാശമാടുന്ന, ഈ ഗവൺമെന്റിന്റെ അവദാനങ്ങൾ ഇല്ലാത്തത് പാടിപ്പുകഴ്ത്തുന്ന, മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സ്തുതിഗീതം എഴുതുന്ന കുറെ ആളുകളായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത്. സിവിൽ സർവീസിന്റെ ചരമഗീതം പാടുകയാണ്. ഇതിൽ നിന്ന് സിവിൽ സർവീസിനെ തിരിച്ചു പിടിക്കാൻ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ, സർക്കാർ സർവീസ് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ശോഭനമായി മുമ്പോട്ട് പോകാൻ ഉള്ള ഉത്തരവാദിത്തം ബാധ്യത കേരള NGO അസോസിയേഷനും സ്റ്റെപ്ലോസ് സംഘടനകൾക്കുമാണ്. നിങ്ങൾ ഈ പ്രദേശത്ത് ഇതിന്റെ ക്യാമ്പയിനും പരിപാടികളുമായി നമ്മൾ ഓരോ സ്ഥലത്തോട് നിൽക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം, അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നു. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് തിരുത്തണം. 2004 ഈ രാജ്യത്ത് അധികാരത്തിലിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റാണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത്. ആ പങ്കാളിത്ത പെൻഷനിൽ പറ്റിയ ആളുകൾക്ക് 1 രൂപയും കിട്ടില്ല എന്ന സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം. അത് പലപ്പോഴും എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞെടുത്തൊക്കെ ജീവനക്കാരുടെയും അവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും വലിയ പിന്തുണ ഉണ്ടായി, ദേശവ്യാപകമായി ഉണ്ടായി. പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ അസ്തമിച്ച ഒരു കാര്യമാണ്. 1 രൂപയുടെ ആനുകൂല്യം പോലും ആർക്കും കിട്ടാത്ത കാര്യമാണ്. നമ്മളത് പറയണം. ആ ഡിമാൻഡിൽ ഉറച്ചു നിൽക്കണം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയൊരു ആവശ്യം അവരുടെ പെൻഷൻ സുരക്ഷ, ആരോഗ്യ സുരക്ഷ, അവന്റെ ശമ്പളത്തിലുള്ള വർധനവ്, അവന്റെ പിടിച്ചുവെച്ച വെയിറ്റേജ്, ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാർ ശക്തമായി താക്കീതിന്റെ ഭാഷയിൽ പറയുകയാണ്. അനിശ്ചിതകാല പണിമുടക്കവുമായി നമ്മൾ മുമ്പോട്ട് പോകും. അതിലൊരു സംശയവുമില്ല. അനിശ്ചിതകാല പണിമുടക്കവുമായി മുമ്പോട്ട് പോകും. ഈ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ തിരിച്ചു പിടിക്കാൻ
നിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്ത് വരണം. വരാനിരിക്കുന്ന സമയങ്ങളൊക്കെ രാഷ്ട്രീയ പരീക്ഷണ വിധേയമാകുന്ന അല്ലെങ്കിൽ ജനാധിപത്യം പരീക്ഷണ വിധേയമാകുന്ന കാലമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഉള്ളിൽ അവരുടെ വീടുകളിൽ കുടുംബങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ അമർഷം പുകയുകയാണ്, അത് ആളിക്കത്തുകയാണ്. അതിന്റെ ബേസ്ഫുരണങ്ങളാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ നിലമ്പൂർ